ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ക്രാവിസ് തിയറി ഓഫ് അവൈലബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്രാവിസ് തിയറി ഓഫ് അവൈലബിലിറ്റി നമുക്ക് ആദ്യം ഇത് എന്താണെന്ന് നോക്കാം. ദ ക്രാവിസ് തിയറി ഓഫ് അവൈലബിലിറ്റി ഡെവലപ്ഡ് ബൈ എക്കണോമിസ്റ്റ് ഇർവിൻ ബി ക്രാവിസ് ഇൻ ദ 1950s. 1950കളിൽ ഇദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് യൂസ്ഡ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറി. ഇതൊരു ഇൻ്റർനാഷണൽ ട്രേഡ് തിയറിയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ടു എക്സ്പ്ലെയിൻ വൈ കൺട്രീസ് ട്രേഡ് സർട്ടൻ ഗുഡ്സ്. അതായത് ചില ഉൽപ്പന്നങ്ങൾ മാത്രം രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന്, ഉദാഹരണത്തിന് അറേബ്യൻ രാജ്യങ്ങൾ എണ്ണ കയറ്റുമതി ചെയ്യുന്നു. ഓക്കെ, അതാണ് അവരുടെ ആ സർട്ടൻ ഗുഡ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്? ദിസ് തിയറി ഫോക്കസസ് ഓൺ ദ റോൾ ഓഫ് അവൈലബിലിറ്റി ഇൻ ഡിറ്റർമൈനിങ് ദ പാറ്റേൺ ഓഫ് ട്രേഡ്. അത് എന്തുകൊണ്ടാണ് അവർക്ക് എണ്ണ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതാണ് ഈ അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്, ആ റോൾ ഓഫ് അവൈലബിലിറ്റി. ഓക്കെ, അതാണ് അതിൻ്റെ ഈ ട്രേഡിൻ്റെ പാറ്റേൺ തീരുമാനിക്കുന്നത് ബിറ്റ്വീൻ നേഷൻസ് എന്നാണ് ഈ തിയറി പറയുന്നത്. ഇപ്പോൾ സജസ്റ്റിംഗ് ദാറ്റ് കൺട്രീസ് ആർ മോർ ലൈക്ലി ടു എക്സ്പോർട്ട് ഗുഡ്സ് ദാറ്റ് ആർ റെഡിലി അവൈലബിൾ ടു ദം ഡൊമസ്റ്റിക്കലി. ഡൊമസ്റ്റിക്കായിട്ട് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കച്ചവടം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ തിയറിയുടെ കീ കോൺസെപ്റ്റ്സ് നോക്കാം. കീ കോൺസെപ്റ്റ്സ് ഓഫ് ദ ക്രാവിസ് തിയറി ഓഫ് അവൈലബിലിറ്റി. അതിൽ ഒന്നാമത്തത് അവൈലബിലിറ്റി ആസ് എ ഡിറ്റർമിനൻറ്റ് ഓഫ് ട്രേഡ്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടെ വ്യക്തമാക്കാം. അക്കോർഡിംഗ് ടു ക്രാവിസ്, എ കൺട്രീസ് എക്സ്പോർട്സ് ഡിപ്പെൻഡ് ലാർജ്ലി ഓൺ വാട്ട് ഗുഡ്സ് ആർ ഈസിലി അവൈലബിൾ വിത്തിൻ ദാറ്റ് കൺട്രി. ഞാൻ പറഞ്ഞില്ല, ആ രാജ്യത്തിന് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ്, അതാണ് അവരെന്ത് ചെയ്യുന്നത്, അവരെ ആശ്രയിക്കുന്നത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവൈലബിലിറ്റി റെഫേഴ്സ് ടു നോട്ട് ജസ്റ്റ് ടു നാച്ചുറൽ റിസോഴ്സ്. അതായത് നാച്ചുറൽ റിസോഴ്സ് മാത്രമല്ല. ഓക്കെ, അതായത് എണ്ണ കൂടുതൽ ഉള്ളത് കൊണ്ട് സൗദി, അതായത് അറേബ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, അത് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊരു നാച്ചുറൽ റിസോഴ്സാണ്. അപ്പോൾ അത് മാത്രമല്ല, ബട്ട് ആൾസോ ടു ദ പ്രസൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. ടെക്നോളജി, ക്യാപിറ്റൽ ആൻഡ് സ്കിൽഡ് ലേബർ, ഇതെല്ലാം ട്രേഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, എ കൺട്രി ഈസ് മോർ ലൈക്ലി ടു എക്സ്പോർട്ട് പ്രൊഡക്ട്സ് ദാറ്റ് ആർ മോർ റെഡിലി അവൈലബിൾ ഡൊമസ്റ്റിക്കലി ഡ്യൂ ടു എ കോമ്പിനേഷൻ. അതായത് ഇതിൻ്റെ എല്ലാത്തിനും ഞാൻ പറയാൻ പോകുന്നതിൻ്റെ എല്ലാത്തിനും കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട്, ഇപ്പോൾ റിസോഴ്സ് എൻഡോമെൻറ്റ്സ് ആൻഡ് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ്, ഇത് രണ്ടും ഇതിൻ്റെ കോമ്പിനേഷൻ ഉണ്ടെങ്കിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ട്രേഡിൽ ഏർപ്പെടുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. അടുത്തത് ഡിഫറൻസ് ഫ്രം ട്രഡീഷണൽ തിയറീസ്. അതായത് ഒരു കമ്പാരിസൺ നടത്തുകയാണ് ട്രഡീഷണൽ തിയറി ആയിട്ട്. അതായത് അൺലൈക്ക് ദ റിക്കാർഡിയൻ മോഡൽ ഓർ ദ ഹെക്ഷർ ഓവലിൻ തിയറി, ഇതൊക്കെ ട്രഡീഷണൽ തിയറീസ് ആണ്. ഈ തിയറികൾ പറയുന്നത് വിച്ച് എംഫസൈസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ബേസ്ഡ് ഓൺ പ്രൊഡക്ടിവിറ്റി ഡിഫറൻസസ് ഓർ ഫാക്ടർ എൻഡോമെൻറ്റ്. അതായത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആ രാജ്യത്തിലെ തന്നെ ഒരുപാട് മറ്റു ഉൽപ്പന്നങ്ങൾ, ഏത് ഉൽപ്പന്നങ്ങൾ ആണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ആ രാജ്യത്തിന് കഴിയുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ രാജ്യത്തിൻ്റെ തന്നെ ഉൽപ്പന്നങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ട്രഡീഷണൽ തിയറി വരുന്നത്. എന്നാൽ നമ്മുടെ അവൈലബിലിറ്റി തിയറി പറയുന്നത്, ദ അവൈലബിലിറ്റി തിയറി ഫോക്കസസ് ഓൺ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്. ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്, അതായത് ആ രാജ്യത്തെ മറ്റ് ഫാക്ടറികളായിട്ട് കമ്പാരിസൺ വരുന്നില്ല, അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നില്ല. ഓക്കെ, അതാണ് ഈ അവൈലബിലിറ്റി തിയറിയുടെ പ്രത്യേകത. സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ വെദർ എ കൺട്രി ക്യാൻ എഫിഷ്യൻ്റ്ലി പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട് സർട്ടൻ ഗുഡ്സ്. ആ സർട്ടൻ ഗുഡ്സ് മാത്രം എഫിഷ്യൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ഇത് മാത്രമേ ഇത് നോക്കുന്നുള്ളൂ, അവൈലബിലിറ്റി തിയറി നോക്കുന്നുള്ളൂ. അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് എ കൺട്രി ഹാസ് അബുണ്ടൻറ്റ് ആക്സസ് ടു എ പർട്ടിക്കുലർ റോ മെറ്റീരിയൽ. എപ്പോഴും ആ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണയുടെ കാര്യമാണ് പറയുന്നത്. ആ റോ മെറ്റീരിയൽ അവർക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രൂഡ് ഓയിൽ, അതാണ് ഇവിടെ റോ മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇറ്റ് ഈസ് മോർ ലൈക്ലി ടു ഡെവലപ്പ് ഇൻഡസ്ട്രീസ് അറൗണ്ട് ദാറ്റ് റിസോഴ്സസ്. അപ്പം ഓയിൽ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഒരുപാട് ഓയിൽ റിഫൈനറി അവിടെ ഉണ്ട്, അതൊരു ഇൻഡസ്ട്രിയാണ്, അത് ഈ റോ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇൻഡസ്ട്രീസ് അറൗണ്ട് ദാറ്റ് റിസോഴ്സ് ആൻഡ് സബ്സിക്വൻ്റ്ലി എക്സ്പോർട്ട് റിലേറ്റഡ് പ്രോഡക്ട്സ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അപ്പം ഈ ഓയിൽ റിഫൈനറി റിഫൈൻ ചെയ്തെടുക്കുന്നതിനാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്, അതായത് പെട്രോൾ, ഡീസൽ പോലുള്ള. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ അവർ എക്സ്പോർട്ട് ചെയ്യും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ദ തിയറി ആൾസോ ഇൻകോർപ്പറേറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നമുക്കറിയാം, അതായത് വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള, അതായത് വില കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ സപ്ലൈ ചെയ്ത് ആ ഒരു വിലക്കയറ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു കഴിവ്. ഓക്കെ, അപ്പോൾ അതായത് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് കൺട്രീസ് വിൽ എക്സ്പോർട്ട് ഗുഡ്സ് ഫോർ വിച്ച് ദേ ഹാവ് എ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, അതായത് റെസ്പോൺസീവ് ആണ്, അതിന് ബ്രാക്കറ്റ് കൊടുക്കുന്നത് സപ്ലൈ. അത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സപ്ലൈ ആയിരിക്കും ഈ രാജ്യങ്ങൾക്കുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇഫ് a product can be produced in large quantities without a significant increase in cost. അതായത് വളരെ അധികം ചിലവില്ലാതെ ഒരു സാധനം പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വില, അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും മാർക്കറ്റ് വില കൂടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡിമാൻഡ് ചെയ്താലോ അതിനനുസരിച്ച് അവർക്ക് സപ്ലൈ ചെയ്യാനുള്ളൊരു എബിലിറ്റി ആ രാജ്യങ്ങൾക്കുണ്ടാവും. എ കൺട്രി വിൽ ലൈക്ലി ടു എക്സ്പോർട്ട് ദാറ്റ് ഗുഡ്. ഓക്കെ, ആ രാജ്യം ആ ഉൽപ്പന്നം എക്സ്പോർട്ട് ചെയ്യുന്നു.
മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. അതായത് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ റിസോഴ്സ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. അതായത് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ് ക്യാൻ ചേഞ്ച് എ കൺട്രീസ് അവൈലബിലിറ്റി ഓഫ് സർട്ടൻ പ്രൊഡക്ട്സ്. നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് മേക്ക് ഇറ്റ് ഈസിയർ ഓർ ചീപ്പർ, അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഈസിയാക്കും കാര്യങ്ങൾ. അങ്ങനെ ഈസിയർ ഓർ ചീപ്പർ ഫോർ എ കൺട്രി ടു പ്രൊഡ്യൂസ് എ ഗുഡ്, അതായത് ആ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കൂടുതൽ ഈസി ആയിട്ട് വരും ആ രാജ്യത്തിന്. ഓക്കെ, ദാറ്റ് ഗുഡ് ബിക്കംസ് അവൈലബിൾ ഫോർ എക്സ്പോർട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുഡ് എക്സ്പോർട്ടിന് അവൈലബിൾ ആവും. അപ്പോൾ ഇവിടെ സഹായകരമായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ്. ഓക്കെ, ഈവൻ ഇറ്റ് വാസ് ഇൻ പ്രീവിയസ്ലി, അതായത് നേരത്തെ അത് അവൈലബിൾ ആയിരുന്നില്ലെങ്കിൽ കൂടെ ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് എക്സ്പോർട്ടിന് അവൈലബിൾ ആകും. ഇനി നമുക്ക് ഈ തിയറിയുടെ ആപ്ലിക്കേഷൻ നോക്കാം. ഈ തിയറിയുടെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ക്രാവിസ് തിയറി ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ ട്രേഡ് പാറ്റേൺസ് ദാറ്റ് കനോട്ട് ബി ഫുള്ളി അണ്ടർസ്റ്റുഡ് ബൈ ട്രഡീഷണൽ മോഡൽസ്. അതായത് ട്രഡീഷണൽ മോഡൽസിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സൗദി അറേബ്യയുടെ ഓയിൽ എക്സ്പോർട്ടിൻ്റെ കാര്യം. ഫോർ ഇൻസ്റ്റൻസ്, കൺട്രീസ് വിത്ത് ലാർജ് ഓയിൽ റിസർവ്സ് ലൈക്ക് സൗദി അറേബ്യ വിൽ നാച്ചുറലി എക്സ്പോർട്ട് പെട്രോളിയം പ്രൊഡക്ട്സ് ബിക്കോസ് ഓഫ് ദിയർ അവൈലബിലിറ്റി. ഇനി നമുക്ക് ഈ തിയറിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയഗ്രം നോക്കാം. ഇതിൽ 2 രാജ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അതായത് കൺട്രി എയും കൺട്രി ബിയും. ഓക്കെ, അതായത് ഈ 2 രാജ്യങ്ങളിലും ക്യാപിറ്റൽ, ലേബർ, പിന്നെ അയൺ ഓറിൻ്റെ അവൈലബിലിറ്റി ഇതെല്ലാം തുല്യമാണ്. ഈ 2 രാജ്യങ്ങളും തുല്യമാണ്. ഓക്കെ, എന്നാൽ കൺട്രി ബിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് ഏരിയ കൺട്രി എ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് കൺട്രി ബിക്ക്. ഇത്രയും അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, അതിൽ ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അതായത് A1 ആ ആർക്ക് പോലെ കാണുന്ന ആ ഒരു ഡയഗ്രം ശ്രദ്ധിക്കുക. ആ ഒരു അത്രയും ഭാഗം A1 എന്ന ഭാഗമാണ് ഈസ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് കൺട്രി എ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവൊക്കെ നിങ്ങൾ അറിയാമല്ലോ, അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൺട്രി എയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് A1. ഓക്കെ, അപ്പോൾ ഓഫ് എ ആൻഡ് A1B എന്ന് കാണിച്ചിരിക്കുന്നില്ലേ, അത് A1B ആ എക്സ് ആക്സിലെ സെയിം പോയിന്റിൽ നിന്ന് ആ മുകളിലത്തെ ബി വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് കൺട്രി ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ P0 ആൻഡ് P1 എന്നുള്ള 2 പാരലൽ ലൈൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡോട്ടഡ് ലൈൻ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആർ ദ ടേംസ് ഓഫ് ട്രേഡ് ലൈൻസ് വിച്ച് ഹാവ് ദ സെയിം സ്ലോപ്പ്, അതായത് ഒരേ സ്ലോപ്പുള്ള ടേംസ് ഓഫ് ട്രേഡ് ലൈനാണ് ഈ 2 എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ OR എന്ന് വരച്ചിരിക്കുന്ന ഒരു 45 ഡിഗ്രി ആംഗിൾ ലൈൻ കാണാം. ഈ ലൈൻ എന്ന് പറയുന്നത് 2 രാജ്യങ്ങളിലെയും കമ്മോഡിറ്റികളുടെ ഡിമാൻഡ് പ്രൊപ്പോർഷൻസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ലൈൻ 2 രാജ്യങ്ങളുടെയും PPCയിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, S1 എന്നുള്ള പോയിന്റിലാണ് ഈ കൺട്രി എയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഏതാണ്? A1. ആ കർവിൽ S1 എന്നുള്ള പോയിന്റിലാണ് ഈ കർവ് ടച്ച് ചെയ്യുന്നത്, ഈ 45 ഡിഗ്രി ആംഗിൾ. എന്നാൽ BA1 അത് കൺട്രി ബിയുടെ PPC ആണ്. ആ BA1 എന്നുള്ള PPCയിൽ ഈ 45 ഡിഗ്രി ആംഗിൾ ലൈൻ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? S എന്നുള്ള പോയിന്റിലാണ്. ഓക്കെ, ഇത് ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ കൺട്രി എയുടെ റിക്വയർമെൻറ്റ്സ് നോക്കാം. കൺട്രി എക്ക് ആവശ്യമുള്ളത് 2 കാര്യങ്ങളാണ്. അതായത് OQ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീലാണ്. അത് നോക്കുക, OQ ക്വാണ്ടിറ്റി, O എന്ന് പറയുന്നത് ഒറിജിൻ ആണെന്ന് ആലോചിക്കുക, OQ ആ ഡിസ്റ്റൻസ് നോക്കുക. ഓക്കെ, അത്രയും ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീലും വേണം. SQ ക്വാണ്ടിറ്റി ഓഫ് വീറ്റ്, അത് S1Q നോക്കുക, ആ ടച്ച് ചെയ്യുന്ന പോയിൻറ്റും ക്യൂവും ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അത്രയും ക്വാണ്ടിറ്റി ഓഫ് വീറ്റുമാണ് ആർക്ക് വേണ്ടത്? കൺട്രി എക്ക് വേണ്ടത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ദ പോയിന്റ് എസ് ഇൻഡിക്കേറ്റ്സ്, അതായത് എസ് എന്നുള്ള പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഇനി കൺട്രി ബിയുടെ റിക്വയർമെൻ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് S1 എന്നുള്ള പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് കൺട്രി എയുടെ റിക്വയർമെൻറ്റ്, എന്നാൽ പോയിന്റ് എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൺട്രി ബിയുടെ റിക്വയർമെൻറ്റ്. അവരുടെ റിക്വയർമെൻറ്റ് ഏതൊക്കെയാണ്? OQ1 ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ, അതായത് OQ1 നോക്കുക. നേരത്തെ ആ ഒറിജിനിൽ നിന്ന് OQ വരെ പോയി, ഇനി അടുത്ത ഒറിജിനിൽ നിന്ന് OQ1 വരെ. ആ ഡിസ്റ്റൻസ് ഓഫ് അത്രയും സ്റ്റീലാണ് ആർക്ക് വേണ്ടത്? കൺട്രി ബിക്ക് വേണ്ടത്. ആൻഡ് SQ1 ക്വാണ്ടിറ്റി ഓഫ് വീറ്റ്, ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് SQ1, അത്രയും വീറ്റ് ആർക്ക് വേണം? കൺട്രി ബിക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് ദ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ കൺട്രി എ ഈസ് T1, അതായത് കൺട്രി എയുടെ പ്രൊഡക്ഷൻ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ T1 ആണ്. ആ T1ലാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടത് കൺട്രി എക്ക് T1N1 ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീലാണ്
ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ പോയിന്റ് നോക്കുക, T1 N1 എന്നുള്ള ആ വര. ഓക്കെ, അതാണ് അത്രയും ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീലാണ് ഇവർക്ക് അവൈലബിൾ ഉള്ളത്. ഓക്കെ, അത് അവർക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റിക്കാട്ടിയും മുകളിലാണ്, അത് അവർക്ക് ആവശ്യത്തിലധികം ഉണ്ട്. അപ്പോൾ അവരത് എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, ദ എക്സസ് അവൈലബിലിറ്റി ഓഫ് സ്റ്റീൽ ഇൻ ദിസ് കൺട്രി വിൽ ബി എക്സ്പോർട്ടഡ് ടു കൺട്രി ബി. അത് കൺട്രി ബിയിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യും. എന്നാൽ ബിയുടെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ദ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ കൺട്രി ബി ഈസ് ടി. കൺട്രി ബിയുടെ പ്രൊഡക്ഷൻ പോയിന്റ് എന്ന് വെച്ചാൽ ആ ടി എന്ന് കാണിച്ചിരിക്കുന്നതാണ് കൺട്രി ബിയുടെ പ്രൊഡക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അറ്റ് ദിസ് പോയിന്റ് കൺട്രി ബി ഹാസ് TN ക്വാണ്ടിറ്റി ഓഫ് വീറ്റ്. അവർക്ക് TN ക്വാണ്ടിറ്റി, ആ TN എന്ന പോയിന്റ് നോക്കുക, അത്രയും ക്വാണ്ടിറ്റി ഓഫ് വീറ്റാണ് അവർക്കുള്ളത്. ഓക്കെ, അതെന്ന് പറയുന്നത് അവരുടെ ആവശ്യത്തെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ അവരെന്ത് എക്സ്പോർട്ട് ചെയ്യും? അവർ ആവശ്യത്തിലധികമുള്ള വീറ്റ് എക്സ്പോർട്ട് ചെയ്യും. ദ എക്സസ് അവൈലബിലിറ്റി ഓഫ് വീറ്റ് ഇൻ ദിസ് കൺട്രി വിൽ ബി എക്സ്പോർട്ടഡ് ടു കൺട്രി എയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. സിമിലർലി നേഷൻസ് വിത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി, അതായത് ജപ്പാൻ, ജർമ്മനി പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും? ആർ ലൈക്ലി ടു എക്സ്പോർട്ട് ഹൈടെക് ഗുഡ്സ്, അതായത് ഹൈടെക് ആയിട്ടുള്ള ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഗുഡ്സ് അവർ എക്സ്പോർട്ട് ചെയ്യും. ഡ്യൂ ടു ദെയർ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് പ്രൊഡക്ഷൻ കേപ്പബിലിറ്റീസ്, അതായത് അവർക്ക് സ്പെഷ്യലൈസ്ഡ് നോളജും പ്രൊഡക്ഷൻ കേപ്പബിലിറ്റീസും ഉണ്ട് ഈ ടെക്നോളജി അഡ്വാൻസ് ആയതുകൊണ്ട്. അപ്പോൾ അവരത് ഹൈടെക് ആയിട്ടുള്ള ഗുഡുകൾ അവർ എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്, തിയറിയുടെ ലിമിറ്റേഷൻ നോക്കാം. അതിൽ ഒന്നാമത്തത് ദ തിയറി ഓഫ് അവൈലബിലിറ്റി ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി അക്കൗണ്ട് ഫോർ ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ്. അതായത് ഇത് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇവർ ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അത് കൺസിഡർ ചെയ്യുന്നില്ല. ഓർ ദ ഇമ്പാക്റ്റ് ഓഫ് കൺസ്യൂമർ പ്രിഫറൻസ്, അതായത് കൺസ്യൂമർ പ്രിഫറൻസ് എത്രയുണ്ട് എന്നത് കൺസിഡർ ചെയ്യുന്നില്ല. ഫോക്കസിങ് പ്രൈമർലി ഓൺ ദ സപ്ലൈ കണ്ടീഷൻ, അതായത് സപ്ലൈ കണ്ടീഷൻസ് മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതൊരു ലിമിറ്റേഷനാണ് ഈ തിയറിയുടെ. അടുത്തത് ഇറ്റ് ആൾസോ ഡസ് നോട്ട് അഡ്രസ് പോളിസി ഇൻ്റർവെൻഷൻസ്, അതായത് പോളിസികളുടെ ഇടപെടലുകൾ ഇത് പറയുന്നില്ല. സച്ച് ആസ് ടാരിഫ് ഫോർ ട്രേഡ് എഗ്രിമെൻറ്റ്, ടാരിഫുകൾ, ട്രേഡ് എഗ്രിമെൻറ്റ്, ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ട്രേഡിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്, അത് ഇതിൽ പറയുന്നില്ല. ദാറ്റ് ക്യാൻ അഫക്ട് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ കൺട്രീസ്. ഓക്കെ, ദ ക്രാവിസ് തിയറി പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്, അതായത് ഈ തിയറി ഒരു ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവാണ്, അതായത് ഒരു വീക്ഷണം മാത്രമാണ് ഇത് കൊടുക്കുന്നത്. ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ബൈ എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിസോഴ്സസ് ആൻഡ് പ്രൊഡക്ഷൻ കേപ്പബിലിറ്റീസ് വിത്തിൻ എ കൺട്രി. രണ്ട് കാര്യങ്ങൾ, അതായത് ആ രാജ്യങ്ങളിലുള്ള റിസോഴ്സിൻ്റെ പ്രാധാന്യം, ആ രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ തിയറി കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അതൊരു പോരായ്മയാണ്. അടുത്തത് ഇറ്റ് കോംപ്ലിമെൻറ്റ്സ് അതർ ട്രേഡ് തിയറീസ് ബൈ ഫോക്കസിങ് ഓൺ ദ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് എക്സ്പോർട്ട് കേപ്പബിലിറ്റീസ്, അതായത് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പോർട്ട് കേപ്പബിലിറ്റീസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇത് പറയുന്നത്. ഏതിലുപരി റാദർ ദാൻ പ്യൂർലി തിയറിറ്റിക്കൽ അഡ്വാൻറ്റേജ്, അതായത് തിയറിറ്റിക്കൽ അഡ്വാൻറ്റേജിലുപരി പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പോർട്ട് കേപ്പബിലിറ്റീസ് മാത്രമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.